പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ വലിയ ബിൽഡിങ്ങുകൾ തകർന്നിരിക്കുകയാണ്. അതിനടുത്ത് നിന്ന് ഇസ്രായേലി സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വനിതയാണ് ഈ വീഡിയോ പുറത്തുവിടുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വനിത ഗസയിൽ യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവിടെയുള്ള പാവപ്പെട്ട ഗസയിലെ ജനങ്ങളുടെ വീടുകളും കെട്ടിടങ്ങളും എല്ലാം തകർത്ത് നൃത്തമാടിയ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലി പൗരൻ തന്നെയാണ്. അദ്ദേഹം പറയുന്നത്, ഇസ്രായേലിൽ സൈനികരിൽപ്പെട്ട വനിതയാണ് ഇപ്പോൾ ടെല്ലബീബിൽ നിന്നും ഒരു ലൈവ് ചെയ്യുന്നത്. അതായത് അവിടെ വെച്ച് ഇസ്രായേൽ വനിത പറയുന്നത് ഇത് ഗസയല്ല, നേരെ മറിച്ച് ഇത് ഇപ്പോൾ ഇസ്രായേലിന്റെ ടെല്ലവീവാണ്. ടെല്ലവീവിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് ഒരു സിവിലിയന്മാർ, സാധാരണക്കാർ താമസിക്കുന്ന കെട്ടിടമാണ്. 20 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടതിൽ ഒരെണ്ണമാണ് ഇവിടെ പതിച്ചിരിക്കുന്നത് എന്നാണ് സൈനികർ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ കെട്ടിടം എത്രമാത്രം തകർന്നിരിക്കുന്നു എന്ന്. ഇറാന്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഈ ഒരു പരിസരത്ത് പതിച്ചതാണ് ഇതിന്റെ കാരണം. മാത്രമല്ല, ഈ വനിത പറയുന്ന ഗസയിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ തന്റെ കെട്ടിടത്തിന് അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് നേരെ, ആളുകൾ താമസിച്ചിരുന്ന ഒരു കെട്ടിടത്തിലാണ് ഈ മിസൈൽ പതിച്ചിരിക്കുന്നത്. അവിടെയുള്ള ധാരാളം ആളുകൾക്ക് മരണം സംഭവിച്ചിരിക്കുന്നു, അപകടം സംഭവിച്ചിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ വലിയ രൂപത്തിലുള്ള ഇതെല്ലാം ഇസ്രായേലിലെ ആളുകൾ തന്നെയാണ് ഇതെല്ലാം ഷെയർ ചെയ്തിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വലിയ രൂപത്തിലുള്ള കാഷ്വാലിറ്റികൾ, വലിയ രൂപത്തിലുള്ള അപകടം. ഇത് ഇസ്രായേലിന്റെ സൈനിക ബേസിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിലെ ആളുകൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കണക്കനുസരിച്ച് ഏകദേശം 75 ഇസ്രായേലി സൈനികരെങ്കിലും ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. മാത്രമല്ല 150 ആളുകൾക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടാകും. അത്രയും ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന്റെ സൈനിക ബേസുകൾക്ക് നേരെ ശക്തമായി ഇറാൻ നടത്തിയ കഴിഞ്ഞ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം ഇസ്രായേലിലെ ആളുകൾ തന്നെയാണ് വീഡിയോ പുറത്തുവിടുന്നത്. ഇപ്പോൾ ടെല്ലബീബ് കരിഞ്ഞുകൊണ്ടിരിക്കുന്നു, കത്തിക്കരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് കണ്ടാൽ ഇങ്ങനെ തീപിടിക്കുന്നത് ഒരുപക്ഷെ എണ്ണ റിഫൈനറികൾ, അതുപോലുള്ള അല്ലെങ്കിൽ ഗ്യാസ് സംവിധാനങ്ങൾ, ഇതിനൊക്കെ നേരെ ആക്രമണം ഉണ്ടാകുമ്പോഴാണ് ഈ രൂപത്തിൽ തീ വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന കാര്യം കൃത്യമല്ല. എന്തായിരുന്നാലും ഇസ്രായേലി പൗരന്മാരാണ് ഈ വീഡിയോകളെല്ലാം പങ്കുവെച്ചത് എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഡസൻ കണക്കിന് ആളുകൾക്കാണ് ഇറാന്റെ ക്ലസ്റ്റർ മിസൈൽ ആക്രമണത്തിലൂടെ പരിക്കേറ്റിരിക്കുന്നത്. റോഡ് സൈഡുകളിൽ, അതുപോലെ പല ഭാഗങ്ങളിലും നിൽക്കുന്ന ആളുകൾക്ക് നേരെ ഈ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ഭക്ഷ്യക്ഷാമം നേരിടുന്നു ആളുകൾ. നോക്കൂ നിങ്ങൾ, വലിയ ജനാവലിയാണ് സൂപ്പർ മാർക്കറ്റിന് മുകളിൽ തിങ്ങിക്കൂടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏകദേശം ഒരു മാസത്തോളം യുദ്ധം മുന്നോട്ട് പോയപ്പോൾ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്ന ഭക്ഷ്യ പ്രതിസന്ധിയെ കുറിച്ചാണ് ഇത് സൂചന നൽകുന്നത്. ഇസ്രായേലിലുള്ള ഒരു സൂക്കിൽ നിന്നാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പോസ്റ്റ് ചെയ്യുന്ന ആളുകളെല്ലാം നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് ശക്തമായ എതിര് രേഖപ്പെടുത്തുന്ന ആളുകളാണ്. എന്തായാലും യുദ്ധം തുടർന്നു പോകുന്നത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഇസ്രായേലിലും ഉണ്ടാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലങ്ങളിൽ എണ്ണയും അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുമ്പോൾ ഇസ്രായേലും ഇതിൽ നിന്ന് സുരക്ഷിതമല്ല. വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി അവിടെയും ഉണ്ടാകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.